കൊച്ചളിയ 12 അല്ലേ ആയിട്ടുള്ളൂ, പിന്നെങ്ങനെ 22 ആവുക? കുഞ്ഞളിയ, ഞാൻ 2 കാലം ഒന്നിച്ചു കുത്തിയാ ചാടിയത്. അപ്പൊ അതുകൊണ്ട് 2-ന് 4, 4-ന് 6, 6-ന് 8. ഇത് ഭയങ്കര ചീറ്റിങ്ങാ. ഇനി ഞാൻ കളിക്കില്ല. ഇനി എന്തായാലും ഞാൻ കളിക്കില്ല. താങ്ക്സ് മൈ ഡിയർ ഹണി. ഞാനും ഒരുപാട് ക്ഷീണിച്ചു. എടാ, നിനക്ക് എപ്പം നോക്കിയാലും ക്ഷീണം മാത്രമേ ഉള്ളൂ, മടിയൻ. എടാ, മടിയെന്ന് വെച്ചാ ഇവനാ ഈ ഹണി. എന്നെയാണോ തല്ലിയത്? നിന്നെയൊക്കെ ഞാൻ നിന്നെ ഞാനൊന്ന് വെറുതെ വിടില്ല. സോറിയടാ, അറിയാതെ സംഭവിച്ചു പോയതാ. നിക്കാൻ എടാ നിക്ക്, നമ്മളിപ്പോ കാട്ടിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ, അവനെ വിട്ടേക്കടാ, നീ കൂട്ടുകാരനല്ലേ, സംശയമുണ്ടോ? ഇല്ല, ഇന്ന് ഞാൻ അവനെ വിടില്ല. നിൽക്കാനാ പറഞ്ഞതാ. നമ്മൾ എവിടെയാ ഇപ്പൊ എത്തിയിരിക്കുന്നത്? സോർദാർ, നമ്മളിപ്പോ കാട്ടിലേക്കാ വന്നിരിക്കുന്നത്. കൊള്ളാം, നീ പറഞ്ഞത് നന്നായി. ഞാൻ കരുതിയത് നമ്മള് ബീച്ചിലെത്തി എന്നാണ്. എടാ കഴുത, ബീച്ചേ കടലിനടുത്താ ഉണ്ടാവുക. എന്തൊരു ബുദ്ധിയായി ഇവന്. ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവനെ കൊണ്ട് മണ്ടത്തരം പറയാൻ സാധിക്കുന്നു. അല്ല, നമ്മൾ എന്തിനാണ് ഇപ്പൊ കാട്ടിലേക്ക് വന്നത്? ചെണ്ടമേളം കാണാൻ വന്നതാ. എടാ, നമ്മള് വഴിതെറ്റിയ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോയാൽ മതിയാകൂ. ഇവിടെ സിംഹമൊക്കെ ഉണ്ടാവോ? എടാ, കാട്ടില് സിംഹം ഉണ്ടാവാതെ നമ്മുടെ കന്നാസാർ ഉണ്ടാവുന്ന കരുതിയോ നീ? എടാ, വന്ന വഴി ഏതാ? നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് പോവുക? നീ കാരണം നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഇനി നീ വേണം ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ. ശരി, വാ. എന്നാ നമുക്ക് ഒന്നിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എടാ, ഇവരെന്തായി സംസാരിക്കുന്നത്? എടാ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെന്നെ TV കണ്ടിട്ടുണ്ടാവും. ഈ കാട്ടുവാസികൾ നമുക്ക് നല്ല സമ്മാനം തരാൻ പോവാ. സമ്മാനം. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഇവര് നമ്മളെ കാടിന്റെ പുറത്തേക്ക് ആക്കുമല്ലേ? ചേട്ടാ, ഞങ്ങളെ വീട്ടിലേക്ക് ആക്കാവോ പ്ലീസ്? കണ്ടോ, എന്റെ ബുദ്ധി ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായി. അല്ല, ഞങ്ങൾ എവിടെയായി കൊണ്ടുവന്നത്? ഇതൊന്ന് മതിയാക്ക്. ഇനി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാൻ നോക്ക്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവര് ചെയ്യുന്ന ഈ ബഹുമാനമൊക്കെ കാണുമ്പോ നമുക്ക് പണി ഉറപ്പായി. സംശയമുണ്ടോ? അല്ല, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയാം. ഇത് ഞങ്ങളുടെ ദൈവമാണ്. ഇതാണ് ഞങ്ങളുടെ ദൈവം. അല്ലല്ല, ഇത് സോർദാറാണ്. ആ പ്രതിമയുടെ രൂപം അവനുണ്ടെന്നേ ഉള്ളൂ. അതെ, ഇവൻ നിങ്ങളുടെ ദൈവം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹവും. സംശയമുണ്ടോ? ഇല്ല. നമ്മൾ എവിടെയാ ഇപ്പൊ എത്തിയിരിക്കുന്നത്? അവരുടെ ദൈവത്തെ പോലെ അഭിനയിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവർ നമ്മളെ ഇടിച്ച് ചമ്മന്തിയാക്കും.
ചോർദാർ വേഗം തേങ്ങ എടുത്തോണ്ട് വാ, ഇവര് നമുക്ക് ചമ്മന്തി അരച്ചു തരും. നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ചമ്മന്തിയാക്കും. ഇതുപോലത്തെ ഒരു വിഡിയെ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കെ, വാ തുറക്കരുത്. ആ, ആ, ഞാൻ ദൈവമാണ്. ഭക്തന്മാരെ സുഖമാണോ? അല്ല, എന്താടാ ഇത്? ഇവരെന്താ ഈ പറയുന്നത്? ഉത്സവം തുടങ്ങാം. ഉത്സവം. ആ, എടാ, ഇവരിങ്ങനെ തീറ്റിച്ച് അവസാനം നമ്മുടെ പണി തീർക്കും. കുറച്ച് കഴിയുമ്പോ ഇവരുടെ ഉത്സവം ആരംഭിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മള് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലോകത്തോട് വിട പറയേണ്ടി വരും. ബൈ കൂട്ടുകാരെ, ബൈ. നിങ്ങൾ എല്ലാവരും കണ്ടതിൽ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഞങ്ങൾ പോവാണ്. ബൈ ബൈ. ബൈ. ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഇനി ഇവിടെ തന്നെ ഉണ്ടാകണം. ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം. ജീവിതകാലം മുഴുവനോ? ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെയാണോ? എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എടാ, ഇവിടെ നിന്നാലേ നിന്നെ അനാർക്കലി ആക്കിയിട്ട് ദിവസവും ഡാൻസ് കളിപ്പിച്ചിട്ട് രസിക്കും. സംശയമുണ്ടോ? ഹോ, ആ, ഹോ, ഹോ, ആ, ഹോ. ആ, ദേ നോക്ക്, ഇത് നിങ്ങളുടെ ദൈവമൊന്നല്ല, ഞങ്ങളുടെ ജോർദാറാ. ജോർദാർ, ഞങ്ങളെ പോകാൻ വിട്. ആ. ഇല്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ജിംഗലാല ജുങ്കോ, ജിംഗലാല ജുങ്കോ. ഹോ, ഹോ. ആ, ഞങ്ങൾക്ക് വീണ്ടും വിശക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ആഹാരം കൊണ്ടുവാ. വേണ്ട കൊച്ചളിയ, ആഹാരം കൊണ്ടുവരാൻ പറയല്ലേ. കഴിച്ചപ്പോ തന്നെ വയറ് പൊട്ടാറായി. മിണ്ടരുത്. ഓടിക്കോ. ജിംഗലാല ജുങ്കോ, ജിംഗലാല ജുങ്കോ. ഹോ, ഹോ. ജിംഗലാല ജുങ്കോ, ജിംഗലാല ജുങ്കോ. ഹോ, ഹോ. ജിംഗലാല ജുങ്കോ, ജിംഗലാല ജുങ്കോ. ഒരു നിമിഷം. എന്റെ അമ്മച്ചി ആകാശത്തുനിന്ന് വീഴുന്നത് വലക്കകത്തായിരുന്നോ? കൊച്ചളിയ, നമ്മള് വീണത് മരത്തിന്നല്ലേ? രക്ഷിക്കടോ, രക്ഷിക്ക്. ഈ ചിലന്തി എന്നെ ആഹാരമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? രക്ഷിക്ക്. ദയവായി ഞങ്ങളെ വിട്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് എപ്പോഴും പോകാൻ പാടില്ല. എന്താടാ ഇത്? നമ്മുടെ കാര്യം പോക്ക് തന്നെയാണ്. ഇനി എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേയ്. ദേ നോക്ക്, ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവല്ല, ദേഷ്യപ്പെട്ടു പോവുകയാണ്. എന്താണെന്ന്? അതെന്താണെന്ന് വെച്ചാ, കാരണം നിങ്ങൾ എല്ലാവരും സ്വാർത്ഥരാണ്. ദൈവത്തെ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കണമെന്ന് വിചാരിക്കുകയാണ്. സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. ഞങ്ങളുടെ ദൈവം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകണം. എന്റെ മാഷേ, സ്വാർത്ഥതയുണ്ടോന്ന് പറഞ്ഞപ്പോ സംശയമുണ്ടോന്ന് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. ആ, ദേ നോക്ക്, ദൈവത്തെ നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിരുന്ന പിന്നെ മറ്റുള്ളവരെ എങ്ങനെ ആശീർവദിക്കാൻ കഴിയും? ജോർദാർ അങ്ങനെ ആരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടോ കൊച്ചളിയ?
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്ക്, ഞാൻ നിങ്ങളുടെ ഒരാളുടെ മാത്രം ദൈവമല്ല, ഇവിടെയുള്ള മറ്റെല്ലാ ജന്തുക്കളുടെയും ദൈവമാണ്. ഇന്ന് നിങ്ങൾക്ക് ദർശനം തന്നതുപോലെ നാളെ വേറെ ആർക്കെങ്കിലും കൊടുക്കണം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയൂ. എന്നെ പോകാൻ അനുവദിക്കൂ. ഞാൻ പോയിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നേക്കാം. നിങ്ങളോടൊപ്പം എപ്പോഴും ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കാം. എന്നാൽ പൊയ്ക്കോളൂ. ലോകത്തിന് നന്മ ഉണ്ടാകട്ടെ. പക്ഷെ ഇവിടെ വരാൻ മറക്കരുത്. പൊയ്ക്കോളൂ. എങ്ങനെ ഞങ്ങൾ പോവുക? ഈ ദൈവത്തിന് തിരിച്ചു പോകേണ്ട വഴി അറിയില്ലല്ലോ. അല്ല, നിങ്ങളുടെ ഈ ദൈവത്തിന് ഇങ്ങനെയാണ് യാത്രാമൊഴി ചൊല്ലാൻ പോകുന്നത്? അല്ല, ദൈവത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ഒരുപാട് ഫലങ്ങൾ കൊടുക്കും. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് പൊക്കി ഞങ്ങളെ സിറ്റിയിലൊന്ന് വിട്ടാ മതി. സംശയമുണ്ടോ? എവിടെയായിരുന്നു നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നറിയോ? ഓ, അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? അത് പിന്നെ മാഡം, കാട്ടുവാസികളെല്ലാം കൂടി ഒന്നിച്ച്. അത് പിന്നെ മാഡം, ഞങ്ങൾ ഇന്നൊരു ഡാൻസ് കോമ്പറ്റീഷന് പോയിരുന്നു. അവിടെ കാട്ടുവാസിയുടെ വേഷമിട്ട് ചിലര് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബന്നി പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ അവിടെ നിന്നാ വരുന്നത്. ഇപ്പൊ മനസ്സിലായോ മാഡം? ഇതിൽ മനസ്സിലാക്കാൻ എന്താണുള്ളത്? ശരി, വേഗം പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രൂട്ട് ചാറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.